നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോമിലെയും അതിലെ ഫോക്കസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ലെൻസിൻ്റെ ഫോക്കസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. അടുത്തത് ലെൻസിൻ്റെ ലീനിയർ മാഗ്നിഫിക്കേഷൻ എന്താണ്, അതിൻ്റെ ഇക്വേഷൻ എന്താണ്, അത് കോൺവെക്സ് ലെൻസിലും കോൺകേവ് ലെൻസിലും എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ലീനിയർ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലീനിയർ മാഗ്നിഫിക്കേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. നമുക്കറിയാം ഒരു ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ രണ്ട് റേസ് അതിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു, കോയിൻസൈഡ് റിഫ്രാക്റ്റ് ചെയ്തു, ദെൻ എന്ത് ഫോം ചെയ്തു, ഒരു ഇമേജ് ഫോം ചെയ്തു. ആ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റും ഇമേജിൻ്റെ ഹൈറ്റും തമ്മിലുള്ള റേഷ്യോനെ പറയുന്ന പേരാണ് ലീനിയർ മാഗ്നിഫിക്കേഷൻ. So what is linear magnification? It is defined as the ratio of height of image to the height of object. It is defined as the ratio of height of image to the height of object. So linear magnification can be denoted by the letter M. Small letter M കൊണ്ട് നമുക്ക് denote ചെയ്യാം. M equal to HI by HO. HI means height of image by height of object. Or I by O. I എന്ന് പറഞ്ഞാൽ height of image. I means height of image എന്ന് തന്നെയാണ്. height of image by O എന്ന് പറഞ്ഞാൽ height of object എന്നുമാണ്. ഇമേജിൻ്റെ ഹൈറ്റ്, ഇമേജിൻ്റെ ഉയരം ബൈ വസ്തുവിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഉയരത്തിനെ പറയുന്ന പേരാണ് ലീനിയർ മാഗ്നിഫിക്കേഷൻ. ഇനി നമുക്കത് എങ്ങനെയാണ് കോൺവെക്സിലും കോൺകേവിലും എന്ന് നോക്കാം. ഫോർ കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലുള്ള ഇമേജിനുള്ള സാധ്യതകളുണ്ട്. ഫസ്റ്റ്, വെൻ ഇമേജ് ഈസ് റിയൽ ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ വസ്തു വെച്ചു, ഇമേജ് എവിടെയായിരിക്കണം, അതർ സൈഡിലായിരിക്കണം, അപ്പുറത്തെ സൈഡിൽ, വസ്തു വെച്ച സൈഡിലല്ല, ലെൻസിൻ്റെ അതർ സൈഡിലായിരിക്കണം ഉണ്ടാവേണ്ടത്. വെൻ ഇമേജ് റിയൽ ആണെങ്കിൽ അതിൻ്റെ കൂടെ എന്തുണ്ടാവും, റിയൽ ആണെങ്കിൽ ഇൻവേർട്ടഡ് എന്ന് കൂടി ഉണ്ടാവും, ഇൻവേർട്ടഡ് തലകീഴ്. സോ ഐ ഇൻവേർട്ടഡ് ആയതുകൊണ്ട് മൈനസ് ബൈ ഒ. സോ വി ഡിവൈഡഡ് ബൈ മൈനസ് യു. എങ്ങനെയാണ് വി എന്ന് പറയുന്നത്, ആ സൈഡിലായതുകൊണ്ട് ഇറ്റ്സ് പോസിറ്റീവ് അല്ലേ. ഞാൻ പറയാതെ തന്നെ നമുക്ക് ഓർമ്മയിലുണ്ട്, നമ്മൾ പഠിച്ചു വരികയാണ്. വി എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലായതുകൊണ്ട് ഇറ്റ്സ് പോസിറ്റീവ്, യു എന്നുള്ളത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മളെപ്പോഴും. സോ മൈനസ്. സോ വെൻ ഇമേജ് ഈസ് റിയൽ ആണെങ്കിൽ അപ്പം തന്നെ ചേർത്ത് വായിക്കുക, ഇൻവേർട്ടഡ് ആണ്. അപ്പോൾ എം ഈക്വൽ ടു മൈനസ് എച്ച് ഐ ബൈ എച്ച് ഒ ഈക്വൽ ടു മൈനസ് ഐ ബൈ ഒ ഈക്വൽ ടു വി ബൈ മൈനസ് യു. നമ്മൾ ഡിനോമിനേറ്ററിൽ സാധാരണ മൈനസ് കൊടുക്കാറില്ല. സോ നമുക്കതിനെ ന്യൂമറേറ്ററിലേക്ക് എടുത്താൽ മൈനസ് വി ബൈ യു. ബട്ട് ആക്ച്വലി വിക്കല്ല മൈനസ്, യുവിനാണ് മൈനസ്. അടുത്ത കേസ്, രണ്ടാമത്തെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യാണ് വെൻ ഇമേജ് ഈസ് വെർച്വൽ. ഇനി അവിടെ ഇമേജ് വെർച്വൽ ഇമേജ് ഉണ്ടാവാം. അപ്പോൾ എന്തുണ്ടാവും, എം ഈക്വൽ ടു വെർച്വൽ ഇമേജ് ആണെങ്കിൽ വെർച്വലിൻ്റെ കൂടെ എന്തൊന്നും കൂടി ഉണ്ട്, ഇറക്റ്റ് എന്നുകൂടി ഉണ്ട്. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ നിവർന്നത്. വസ്തു ഇങ്ങനെയാണെങ്കിൽ ഇമേജും ഇങ്ങനെ തന്നെ. സോ പ്ലസ് പ്ലസ്, വസ്തു നിവർന്നത് ഇമേജും നിവർന്നത്, ഇറക്റ്റ്. സോ പ്ലസ് പ്ലസ്. ദെൻ ഈ വെർച്വൽ ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ എവിടെയായിരിക്കണം ഫോം ചെയ്യേണ്ടത്, വസ്തുവിൻ്റെ അതേ സൈഡിൽ, സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ്. സോ യു എന്തായാലും മൈനസ് ആണ്, വിയും മൈനസ് ആണ്. സോ ദിസ് ടേം മൈനസ് മൈനസ് ക്യാൻസൽ ഔട്ട്, ദിസ് ടേം വിൽ ബി പോസിറ്റീവ്. സോ ഇതാണ് ഫോർ കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ച്. ഇമേജ് റിയൽ ആണെങ്കിൽ എന്തുണ്ടാവും, ഇമേജ് വെർച്വൽ ആണെങ്കിൽ എന്തുണ്ടാവും. ദെൻ അടുത്ത ഫോർ കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസിൽ റിയൽ വെർച്വൽ എന്നൊന്നുമില്ല, ഓൾവേസ് വെർച്വൽ ഇമേജ്. ഓൾവേസ് കോൺകേവ് ലെൻസ് ഫോംസ് വെർച്വൽ ഇമേജ്. സോ എം ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ. വെർച്വൽ ആണെങ്കിൽ അതിൻ്റെ കൂടെ ആരും കൂടിയുണ്ട്, വെർച്വൽ ആണെങ്കിൽ ഇറക്റ്റ് കൂടിയുണ്ട്. വെർച്വൽ ആണെങ്കിൽ ഇറക്റ്റ് കൂടെയുണ്ട്. എം ഈക്വൽ ടു ഐ ബൈ ഒ, അല്ലെങ്കിൽ എച്ച് ഐ ബൈ എച്ച് ഒ, അല്ലെങ്കിൽ എച്ച് ഐ ബൈ എച്ച് ഒ. ഇത് പോസിറ്റീവ്, ദിസ് വൺ ഈസ് ഓൾസോ പോസിറ്റീവ്. സോ ഈക്വൽ ടു മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഇതും മൈനസ്, കാരണം സെയിം സൈഡ്. ഇതിന് കാരണം സെയിം സൈഡ് ഓഫ് ഒബ്ജക്റ്റ്.
ഓഫ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എവിടെയാണോ ഒബ്ജക്റ്റിൻ്റെ അതേ വശത്ത് തന്നെ. സോ ഇഫ് ദിസ് വൺ ഈസ് മൈനസ്, ദിസ് ഈസ് ഓൾസോ മൈനസ്. ഇഫ് ദിസ് ഈസ് പ്ലസ്, ദിസ് ഈസ് ഓൾസോ പ്ലസ്. അതാണ് അവിടുത്തെ പ്രത്യേകത. റൈറ്റ്. ഇതാണ് നമുക്ക് ലീനിയർ മാഗ്നിഫിക്കേഷനെ പറ്റി പറയാനുള്ളത് അല്ലേ. ഫോർ കോൺവെക്സ് ലെൻസ് ഇമേജ് റിയൽ ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയിരിക്കും. ഇമേജ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയിരിക്കും. ഞാനിവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്, ഇമേജ് നെഗറ്റീവ് ആയിരിക്കും. ഫോർ വെർച്വൽ ഇമേജ്, ആരെ സംബന്ധിച്ച് കോൺവെക്സ് ലെൻസിൽ വെർച്വൽ ഇമേജ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആയിരിക്കും. ഫോർ കോൺകേവ് ലെൻസ് ഇറ്റ്സ് മാഗ്നിഫിക്കേഷൻ ഈസ് ഓൾവേസ് പോസിറ്റീവ്. കോൺകേവിനെ സംബന്ധിച്ചിടത്തോളം ലീനിയർ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവാണ്. കോൺവെക്സിൽ റിയൽ ഇമേജ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ ലീനിയർ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവും, വെർച്വൽ ഇമേജ് ആണെങ്കിൽ ലീനിയർ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവുമായിരിക്കും. ഇതാണ് നമുക്ക് മാഗ്നിഫിക്കേഷൻ എന്നുള്ള ഭാഗവുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്.